അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാലക്ഷ്മീ നമഃ. ശ്രീ മഹാസരസ്വത്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 15-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ ശ്ലോകം മുതൽ 50 കൂടിയുള്ള 10 ശ്ലോകങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് ആ പരമേശ്വരിയുടെ, ആ ജഗദംബികയുടെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നത്. യുധാജിൽ ദർശനോത്കണ്ഠ മനസാ നഗരാത് ബഹി നിർഗത്യ രഥമാരുഹ്യ ഗന്ധവ്യം നാത്ര സംശയ. ഇത്യുക്താ തേന സാ രാജ്ഞി ഗത്വാ ലീലാവതിം പ്രതി ഉവാച പിതരം ദ്രഷ്ടും സ്വഗച്ഛാമ്യദ്യ സുലോചനേ. ഇത്യുക്ത്വാ രഥമാരുഹ്യ സൈരന്ധ്രീ സംയുതാ തദാ വിദല്ലേന ച സംയുക്താ നിസൃതാ നഗരാൽ ബഹി. ത്രസ്താഹ്യാർത്താദികൃപണാ പിതുഃ ശോകസമാകുലാ ദൃഷ്ട്വാ യുധാജിതം ഭൂപം പിതരം ഗതജീവിതം. സംസ്കാര്യ ച ത്വരായുക്താ വേപമാനാ ഭയാകുലാ ദീനദ്വയേന സംപ്രാപ്താ രാജ്ഞി
ഭാഗീരഥീതടം നിഷാദൈർലുണ്ഠിതാ തത്ര ഗൃഹീതം സകലം വസു രഥം ചാപി ഗൃഹീത്വാ തേ നിർഗതാ ദസ്യവ ഷഠാ രുദതി സുതമാദായ ചാരുവസ്ത്രാ മനോരമാ നിര്യയൗ ജാഹ്നവീ തീരേ സൈരന്ധ്രീകരലംബിതാ ആരുഹ്യ ച ഭയാച്ഛീഘ്രമുടുപം സാ ഭയാകുലാ തീർത്വാ ഭാഗീരഥീം പുണ്യാം യയൗ ത്രികൂടപർവതം ഭാരദ്വാജാശ്രമം പ്രാപ്താ ത്വരയാ ച ഭയാകുലാ സംവീക്ഷ്യ താപസാംസ്തത്ര സഞ്ജാതാ നിർഭയാ തദാ മുനിനാ സാ തതഃ പൃഷ്ടാ കാസി കസ്യ പരിഗ്രഹാ കഷ്ടേനാത്ര കഥം പ്രാപ്താ സത്യം ബ്രൂഹി ശുചിസ്മിതേ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീ മഹാലക്ഷ്മ്യൈ നമഃ. ശ്രീ മഹാസരസ്വത്यै നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 15-ാമത്തെ അധ്യായം 41-ാമത്തെ ശ്ലോകം മുതൽ 50-ാമത്തെ ശ്ലോകം വരെയുള്ള 10 ശ്ലോകങ്ങളുടെ മലയാള തർജ്ജമ, ഭാഷാഗാനം നതോന്നതാവൃത്തത്തിൽ വഞ്ചിപ്പാട്ടിൻ്റെ ഈണത്തിൽ പാടി സമർപ്പിക്കുന്നു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. യുധാജിത്തിനെ കാണാനെന്ന വ്യാജേന നമ്മളുമേ നഗരത്തിൻ പുറത്തെത്തും, സംശയം വേണ്ട. വിദല്ലന്റെ വാക്കുകേട്ടു രാജ്ഞി ലീലാവതി തന്റെ അടുത്തെത്തി പിതാവിനെ കാണാനുള്ളതാഗ്രഹത്തെ അറിയിച്ചു. വിദല്ലന്റെ കൂടെ തന്നെ ദാസിക്കൊപ്പം നഗരത്തിൻ പുറത്തുമെത്തി. അമ്മേ ദേവി, അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. യുധാജിത്തിനെ കണ്ടവൾ ഭയന്നു തൻ പിതാവിൻ്റെ ജീവനറ്റ ദേഹം കണ്ടു പൊട്ടിക്കരഞ്ഞു. യുധാജിത്തിനറിവോടെ സംസ്കാര കർമ്മങ്ങൾ ചെയ്തു. 2 നാളിൽ ഗംഗ തൻ്റെ തീരത്തിലെത്തി. കാട്ടാളന്മാർ അവരുടെ ധനമെല്ലാം കവർന്നല്ലോ. കാട്ടിൽ വച്ചു തേരു പോലും അപഹരിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ അമ്മേ ദേവി
അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. നിർമ്മല വസ്ത്രത്തോടവൾ ദാസിയുടെ കൈ പിടിച്ചു, നിർമ്മല ഗംഗ തൻ തീരത്തൂടെ നടന്നു. പൊങ്ങുതടിയിൽ പിടിച്ചു ഗംഗാനദി കടന്നവൾ പർവതമാം ത്രികൂടത്തിൻ താഴെയെത്തി. ഞാൻ അമ്മേ ദേവി ഭഗവതി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ഭയത്തോടെ ഭരദ്വാജ ആശ്രമത്തിങ്കലെത്തി ഞാൻ. ഭയം മാറി താപസജാലത്തെ കണ്ടപ്പോ മാമുനിയോ ചോദിച്ചല്ലോ, ആരു നീ, ആരുടെ പത്നി? മമ ആശ്രമത്തിൽ നീയും എന്തിനു വന്നു ചൊല്ലു? മമ ആശ്രമത്തിൽ നീയും എന്തിനു വന്നു? അമ്മേ ദേവി ഭഗവതി അമ്മേ ദേവി ഭഗവതി അമ്മേ ലക്ഷ്മി ഭഗവതി അമ്മേ ഭദ്രേ ഭഗവതി അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, നാഥേ ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവീ ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവീ വാഴുകയൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു മൂകാംബികേ. ദേവീ നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു ജ്ഞാനാംബികേ. ദേവീ നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അക്ഷരോപാസന, അമ്മയെ അറിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 242 ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 15 അധ്യായത്തിൽ 41 ശ്ലോകം മുതൽ 50 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. വിദല്ലൻ എന്ന മന്ത്രിശ്രേഷ്ഠൻ്റെ നിർദ്ദേശത്തെ മാനിച്ച് മനോരമ തൻ്റെ ആ രാജധാനി കോസല രാജ്യം വിട്ട്, അയോധ്യ വിട്ട് കാശിയിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്നു.
അവിടെ പറഞ്ഞു എങ്ങനെ പോകാം, അതും ഇതെല്ലാം പറഞ്ഞു കൊടുത്തു. യുധാജിത് ദർശനോത്കണ്ഠ മനസാ നഗരാൽ ബഹി നിർഗത്യരഥമാരുഹ്യ ഗന്തവ്യം നാത്ര സംശയം. എനിക്ക് യുധാജിത്തിനെ കാണാൻ ആഗ്രഹമുണ്ട്, ഉത്കണ്ഠയുള്ളൊരു മനസ്സുണ്ട് എന്ന് പറഞ്ഞ് നഗരാത് ബഹി, നഗരത്തിന് പുറത്ത് കടന്ന്, നിർഗത്യ രഥമാരുഹ്യ, നഗരാൽ ബഹി നിർഗത്യ രഥമാരുഹ്യ, അത് കഴിഞ്ഞ് രഥത്തിൽ കയറി, ഗന്തവ്യം നാത്ര സംശയ, നമുക്ക് അവിടുന്ന് രക്ഷപ്പെടാം, ഇതിൽ സംശയിക്കേണ്ട എന്ന് പറയുകയാണ് വിദല്ലൻ. ഇത്യുക്ത്വാ തേന സാ രാജ്ഞി ഗത്വാ ലീലാവതിം പ്രതി ഉവാച പിതരം ദ്രഷ്ടും ഗച്ഛാമ്യദ്യ സുലോചനെ. ഇതെല്ലാം പറഞ്ഞത് കേട്ടിട്ട് ഈ രാജ്ഞി മനോരമ നേരെ ലീലാവതിയുടെ അടുത്തേക്ക് എത്തിച്ചേർന്നു. എന്നിട്ട് പറഞ്ഞു, ഹേ സുലോചനെ, നല്ല സുലോചനം അല്ലേ, നല്ല കണ്ണുള്ളവളെ, എനിക്ക് അച്ഛനെ കാണാൻ പോണം എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ലീലാവതി വിചാരിച്ചു ലീലാവതിയുടെ അച്ഛനെയാണെന്ന്. മനോരമ പറഞ്ഞത് എന്താ, അവിടെ യുദ്ധഭൂമിയിൽ മരിച്ചു കിടക്കുന്ന അച്ഛനെ കാണണം എന്നാണ്. ഏതായാലും ഇത്യുക്ത്വാ രഥമാരുഹ്യ എന്ന് പറഞ്ഞ് ആ തേരിൽ കയറി, സൈരന്ധ്രി സംയുതാ തഥാ, സൈരന്ധ്രിയോടുകൂടി ഒരു ദാസിയോടുകൂടി, വിദല്ലേനച്ച സംയുക്ത, വിദല്ലൻ എന്ന മന്ത്രിയോടും കൂടി തേരിൽ കയറി, നിസൃത നഗരാൽ ബഹി, നഗരത്തിൻ്റെ പുറത്തേക്ക് കടന്നു, അയോധ്യ നഗരത്തിൻ്റെ പുറത്തേക്ക് കടന്നു. അവിടെ യുദ്ധഭൂമിയിൽ ത്രസ്താഹ്യാർത്താതികൃപണ പിതു ശോകസമാകുല ദൃഷ്ട്വാ യുധാജിതം ഭൂപം പിതരം ഗതജീവിതം. യുധാജിത്ത് മഹാരാജാവിനെ കണ്ട് അവൾ വല്ലാതെ ഭയന്നു വിറച്ചു എന്നാണ്. പിതാവിൻ്റെ മരണവാർത്ത കേട്ട് ദുഃഖാർത്തയായിരുന്ന അവള് മരിച്ചു കിടക്കുന്ന അച്ഛൻ്റെ ആ മൃതദേഹം കണ്ട് അത്യന്തം ദീനയും ദുഃഖിതയുമായിട്ട് തീർന്നു എന്ന് പറയുന്നു. സംസ്കാര്യച്ച ത്വരായുക്ത വേപമാനാ ഭയാകുല, വേപമാനാ ഭയാകുല, വിറച്ചുകൊണ്ട്, പേടിച്ചു വിറച്ചുകൊണ്ട് അവൾ യുധാജിത്തിൻ്റെ അനുവാദത്തോടു കൂടി ആ സംസ്കാര കർമ്മങ്ങളൊക്കെ അതിവേഗം നിർവഹിച്ചു. എന്നിട്ടോ ദിനദ്വയേന, 2 ദിവസങ്ങൾ, ആ 2 നാൾക്കുള്ളിൽ ആ രാജ്ഞി ഭാഗീരഥി തടം സംപ്രാപ്ത, ഭാഗീരഥി ഏതാത് ഗംഗാനദി, ഗംഗാനദിയുടെ തീരത്ത് എത്തിച്ചേർന്നു. അയോധ്യ ഗംഗയുടെ ഒരു തീരത്ത്, മറുതീരത്ത് കാശി. അപ്പം ഗംഗാനദിയുടെ തീരത്തേക്ക് എത്തിച്ചേർന്നു ഈ ധ്രുവസന്ധിയുടെ ധർമ്മപത്നിയായ ആദ്യഭാര്യയായ മനോരമ, ഒപ്പം ഒരു ദാസി, അതേപോലെ മന്ത്രിയായ വിദല്ലൻ എന്നിവരും. അങ്ങനെ ഗംഗാതടത്തിലെത്തിയിട്ടോ നിഷാദേർലുണ്ഠിതാ തത്രാഗൃഹീതം സകലം വസു, അവിടെ വെച്ച് നിഷാദന്മാർ, കാട്ടാളന്മാർ വളഞ്ഞു. അവിടെ സകലം വസു ഗൃഹീതം, അവരുടെ ധനം മുഴുവൻ അപഹരിച്ചു. എന്തിന്? രഥം ചാഭിഗൃഹീത്വാതെ, ഇവർ വന്നിരുന്ന രഥം പോലും അവർ അപഹരിച്ചു. നിർഗത ദസ്യവ ഷഠ, ഷഠന്മാര്, മുഠാളന്മാരായിരിക്കുന്ന കൊള്ളക്കാര്, ദസ്യുക്കള്, അവരെ എന്തു ചെയ്തു? അവരെ രഥമടക്കം അപഹരിച്ചു കൊണ്ടുപോയി. ദ്രുതതീസുതമാദായ ചാരുവസ്ത്ര മനോരമ, കരഞ്ഞും കൊണ്ട് തൻ്റെ മകൻ്റെ കയ്യും പിടിച്ച് ആ നിർമ്മല വസ്ത്രത്തോടുകൂടി, ചാരുവസ്ത്ര മനോരമ, ആ മനോരമ നിത്യയൗ ജാഹ്നവീ തീരെ സൈരന്ധ്രീ കരലംബിത, സൈരന്ധ്രിയുടെ കരം പിടിച്ചും കൊണ്ട്, കയ്യിൽ പിടിച്ചും കൊണ്ട് ഗംഗാതീരത്തുകൂടെ കരഞ്ഞു കരഞ്ഞു കരഞ്ഞ് യാത്രയാവണു മനോരമ. ആരുഹ്യ ച ഭയാൽ ശീഘ്രമുടുപം സാ ഭയാകുല, ഇവിടുന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം, നിർത്തിയില്ല. അപ്പം എന്തു ചെയ്തു? ഉൾക്കിടലത്തോടു കൂടി എന്നാണ്. അവിടെ
ഒരു പൊങ്ങുതടിയിൽ കയറി തീർത്വാ ഭാഗീരഥിം പുണ്യാം യയൗ ത്രികൂടപർവ്വതം. ത്രികൂടപർവ്വതത്തിൽ അതിലേക്കാണ് ഭാഗീരഥി ഈ പൊങ്ങുതടിയിൽ കിടന്ന് പിടിച്ച് ആ ഗംഗയുടെ അപ്പുറത്തേക്ക് കടന്ന് ത്രികൂടപർവ്വതത്തിലേക്ക് എത്തിച്ചേർന്നു. ത്രികൂടപർവ്വതത്തിലോ ഭാരദ്വാജാശ്രമം പ്രാപ്ത ത്വരയാ ച ഭയാകുല സംവീക്ഷ്യ താപസാംസ്തത്ര സഞ്ജാത നിർഭയാ തദാ. ഭയപ്പാടോടുകൂടിയാണ്, ഭയാകുലയായിട്ടാണ് ഈ പെൺകുട്ടി ഭരദ്വാജ മുനിയുടെ ആശ്രമത്തിൽ എത്തിയത് എങ്കിൽ സംവീക്ഷ്യ താപസാംസ്തത്ര, അവിടെയുള്ള താപസന്മാരെ കണ്ടപ്പോൾ അവളുടെ സംജാത നിർഭയാതത, അവളുടെ ആ ഭയത്തിന് ഒരു അല്പം ആശ്വാസം ഉണ്ടായി. കാരണം സജ്ജനങ്ങളാണ്, കണ്ടു കഴിഞ്ഞാൽ തന്നെ അവരുടെ തേജസ് കണ്ടാൽ തന്നെ അറിയാം അവരാരെയും ആക്രമിക്കാനോ പിടിച്ചുപറിക്കാനോ ഉള്ള ആളുകളല്ല. അപ്പോൾ അവരെ കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിക്ക്, മനോരമയ്ക്ക്, സുദർശനനോടും സൈരന്ധ്രി ഒരു ദാസിയോടും വിദല്ലനോടും കൂടി വന്ന ആ പെൺകുട്ടിക്ക് ഒരല്പം ആശ്വാസമായി എന്ന് പറയുന്നു. മുനിനാസാ തതപൃഷ്ട. അപ്പോൾ ഭരദ്വാജൻ അവളോട് ചോദിച്ചു, കാസി കസ്യ പരിഗ്രഹ, നീ ആരാണ്, നിന്നെ ആരാണ് പരിഗ്രഹം ചെയ്തേക്കുന്നത്, നിന്റെ കൈ പിടിച്ചത് ആരാണ് എന്ന് വെച്ചാൽ നീ ആരുടെ പത്നിയാണ്. കഷ്ടേനാത്ര കഥം പ്രാപ്ത, നീ എന്തുകൊണ്ടാണ് വളരെ ബുദ്ധിമുട്ടി ഈ ത്രികൂടപർവ്വതത്തിൽ ഗംഗാനദിയൊക്കെ കടന്ന് നീ ഇവിടേക്ക് വന്നുവെങ്കിൽ എന്തിനാണ് ഇങ്ങനെ വന്നത്? സത്യം ബ്രൂഹി ശുചിസ്മിതേ, നീ സത്യം പറയൂ, ഹേ ശുചിസ്മിതേ, സത്യം പറയൂ, എന്തായാലും എന്നോട് പറയൂ എന്ന ഭരദ്വാജൻ്റെ വാക്കുകൾ കേട്ട് മനോരമ പിന്നീട് എന്തു പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ നാളെ അനുസ്മരിക്കുക. ഈ 50-ാമത്തെ ശ്ലോകത്തോടുകൂടി നമ്മൾ ഇന്ന് അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ, അംബികാപാദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സർവത്ര ദേവീ നാമസങ്കീർത്തനം. ശ്രീ 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 മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല, ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം, സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു, ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു,
ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ, സർവേ സന്തു നിരാമയാഃ, സർവേ ഭദ്രാണി പശ്യന്തു, മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ, തമസോ മാ ജ്യോതിർഗമയ, മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.